പ്രിയ സഹോദരങ്ങളെ, എല്ലാവർക്കും കർത്താവിൽ സ്നേഹവന്ദനം. ഈ പുതിയ പ്രഭാതം സ്വർഗപിതാവിൻ്റെ ദാനമാണല്ലോ. എല്ലാ നിലകളിലും ഇത് ഒരു അനുഗ്രഹിക്കപ്പെട്ട ദിവസമായി മാറട്ടെ എന്ന് ഞാൻ പിന്നെയും പ്രാർത്ഥിക്കുന്നു. ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം. ചില നിമിഷങ്ങളിലെ തുടർധ്യാനത്തിനായി 34 സങ്കീർത്തനം 3 വാക്യം വായിക്കട്ടെ. എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുവിൻ, നാം ഒന്നിച്ച് അവൻ്റെ നാമത്തെ ഉയർത്തുക. ഒത്തിരി ആശ്വാസം പകരുന്ന വാക്കുകൾ കോർത്തിണക്കിയ ഈ സങ്കീർത്തനം എപ്പോൾ വായിച്ചാലും നമുക്ക് ആശ്വാസവും അധികം പ്രത്യാശയും നൽകുമെന്നുള്ളതാണ് നമ്മുടെ അനുഭവം. തൻ്റെ മക്കളോട് ദൈവം എത്ര കാരുണ്യവാനാണെന്ന് ഈ സങ്കീർത്തനത്തിൽ നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണ്. എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് രചിച്ച ഈ പാട്ട് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന നമ്മളിൽ ആരോ എഴുതിയതുപോലെയാണ് തോന്നുന്നത്. അത്രമാത്രം ഹൃദ്യവും ആസ്വാദ്യകരവുമായ ഈ സങ്കീർത്തനം പാടുവാൻ കഴിയുന്നത് തീർച്ചയായിട്ടും ഒരു ആശ്വാസമാണ്, ഒരു ഭാഗ്യമാണ്. ദാവീദ് ഈ സങ്കീർത്തനം പാടുന്ന സാഹചര്യം ഇതിൻ്റെ തലക്കെട്ടായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. ആഖീഷ് രാജാവിൻ്റെ മുമ്പിൽ നിന്ന് ദാവീദ് ഓടിപ്പോകുന്ന രംഗമാണ് നമുക്കവിടെ കാണാൻ പറ്റുന്നത്. അല്ല, അവിടെ എഴുതിയിരിക്കുന്നത് അബീമേലെക്കിൻ്റെ മുമ്പിൽ നിന്നും എന്നാണല്ലോ. രാജാവ് എന്നുള്ളതിനുള്ള ഒരു മറുപേരാണ് അബീമേലെക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഔപചാരികമായ ഒരു പേരാണ് അബീമേലെക്ക്. ഇതിൻ്റെ ആധികാരികത എനിക്കറിയില്ലേ, ഞാൻ എവിടെയോ വായിച്ചത് ഒരു ഓർമ്മയിൽ വെച്ച് പറയുന്നതാണ്. തിരുവചന വ്യാഖ്യാനങ്ങൾ പല നിലകളിൽ നമുക്കിന്ന് ലഭ്യമാണ്. എസ്റ്റർ ഇ ഷൂളർ എന്ന ദൈവദാസൻ 34 സങ്കീർത്തനത്തിൻ്റെ 3 വാക്യം വളരെ വ്യത്യസ്തമായ രീതിയിലാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. ക്രിസ്തീയ മാസികയിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ആ ഭാഗമാണ് ഞാൻ ഓർത്ത് നിങ്ങളോട് പറയുന്നത്. അദ്ദേഹം പറയുന്നത്, നാം സ്നേഹിക്കുകയും വില കൊടുക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ ആത്മീയ പുരോഗതിയെ വളരെ ബാധിക്കുമെന്നാണ്. ഒന്നുകൂടെ വിശദമാക്കിയാൽ, നാം നമ്മുടെ ജീവിതത്തിൽ ഉയർത്തിപ്പിടിക്കുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധേയമായ അളവിൽ നമ്മുടെ അഭിവൃദ്ധിക്കോ അധോഗതിക്കോ കാരണമായി തീരും. ഇവിടെ ദാവീദ് പറയുന്നു, ഞാൻ എല്ലാ കാലത്തും യഹോവയെ വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. അപ്പോൾ നമ്മൾ വായിച്ച വാക്യം നാം ഒന്നിച്ച് അവൻ്റെ നാമത്തെ ഉയർത്തുക എന്നാണല്ലോ. നോക്കൂ, എല്ലാവർക്കും ഒരുപക്ഷെ വേണ്ട നിലകളിൽ ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയാതെ പോകുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നമുക്ക് അവസരം ലഭിച്ചിട്ടും ദൈവത്തെ മഹത്വപ്പെടുത്താതിരിക്കുകയാണ്, തുടർച്ചയായിട്ട് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അധികം താമസിക്കാതെ നമുക്ക് പറ്റുന്ന എന്താണെന്നറിയാമോ? നമ്മൾ ആത്മീയ കാര്യങ്ങൾ വിട്ടിട്ട് ഭൗതിക കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങും. നമ്മുടെ പല പ്രസംഗങ്ങളിലും പ്രബോധനങ്ങളിലും ലേഖനങ്ങളിലുമൊക്കെ മുഴച്ചു നിൽക്കുന്നത് എങ്ങനെ സമ്പന്നനാകാം, എങ്ങനെ പേര് വലുതാക്കാം, എങ്ങനെ സ്ഥാനമാനങ്ങൾ കൈയടക്കാം എന്നൊക്കെയാണ്. സത്യത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്താതിരുന്നതിൻ്റെ ഫലമാണ്, അല്ലെങ്കിൽ ഇരിക്കുന്നതിൻ്റെ ഫലമാണ് ഇങ്ങനെയുള്ള ലേഖനങ്ങളും പ്രസംഗങ്ങളുമൊക്കെ. താൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയുടെ മധ്യത്തിലും ദാവീദ് പറയുന്നത്, ഞാൻ യഹോവയെ വാഴ്ത്തും. കാരണം തനിക്കറിയാം ഈ പ്രതിസന്ധി താൽക്കാലികമാണ്. ഈ താൽക്കാലികമായ ഈ ചുരുങ്ങിയ സമയത്തേക്കുള്ള ഈ പ്രതിസന്ധിയിൽ ഞാൻ ദൈവത്തെ വാഴ്ത്താതിരുന്നാൽ നിശ്ചയമായിട്ടും എനിക്ക് തന്നെയാണ് നഷ്ടമുണ്ടാകുന്നത്. തുടർച്ചയായി ഒരു വ്യക്തി ആത്മീയ കാര്യങ്ങൾ വിട്ട് ഭൗതിക കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ടിരുന്നാൽ ആത്മീക അധപ്പതനത്തിനും അടിസ്ഥാനമില്ലാത്ത ഭയത്തിനും മറ്റു പല പ്രശ്നങ്ങൾക്കും കാരണമായി തീരുമെന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത അനുഭവങ്ങളിൽ ശരിക്കും ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് ബോധ്യപ്പെടും. കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, സന്തോഷിപ്പിൻ സന്തോഷിപ്പിൻ എപ്പോഴും സന്തോഷിപ്പിൻ എന്നല്ലേ. ഭയത്തിൻ്റെ ഒരു കണിക പോലും തൻ്റെ വാക്കുകളിലില്ല. കാരണം തനിക്കറിയാം താൻ അനുഭവിക്കുന്നത് നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടമാണ്. നമുക്ക് സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ കരം കാണുവാൻ നമ്മൾ നിർബന്ധപൂർവ്വം ശ്രമിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ ആകമാനം രൂപാന്തരപ്പെടും. ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് നമ്മുടെ സന്തോഷത്തിൻ്റെയും സ്തോത്രത്തിൻ്റെയും പാനപാത്രം നിറഞ്ഞു കവിയാൻ തുടങ്ങും. ദൈവത്തിൻ്റെ കരുതലും ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും ഒക്കെ നമ്മുടെ ധ്യാന വിഷയമാകുമ്പോൾ ദൈവത്തിൽ നിന്നുള്ള സ്നേഹവും ദൈവത്തിൻ്റെ നന്മയും നമുക്ക് കൂടുതൽ വ്യക്തിപരമായി അനുഭവേദ്യമാകും. ചിലർ പറയുന്നത്, ഒരു തുള്ളി സാധാരണ വെള്ളമോ ഒരു നുള്ള് നിലത്തെ പൊടിയോ ശക്തിയേറിയ ഒരു സൂക്ഷ്മദർശിനിയുടെ കീഴിൽ വെച്ച് നോക്കിയാൽ ഇത്രത്തോളം ചെറുതും നിസ്സാരവുമായ വസ്തുവിൽ നാം ഉണ്ടായിരിക്കുമെന്ന് ഒരിക്കലും സ്വപ്നം കാണാൻ കഴിയാത്ത അത്ഭുതങ്ങൾ നമുക്കവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെയാണ് ദൈവത്തിലും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിലും നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യം. അങ്ങനെ ദൈവത്തിൻ്റെ വചനത്തെ നമ്മൾ കൂടുതലായി പഠിക്കുകയും അതിൽ നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ദൈവത്തെ കൂടുതലായി മനസ്സിലാക്കുവാനും
ദൈവത്തെ കൂടുതലായിട്ട് സ്നേഹിപ്പാനും തന്നെയുമല്ല ദൈവം നമ്മെ നടത്തുന്ന വിധങ്ങൾ നമുക്ക് തന്നെ കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കുവാനും ദർശിക്കുവാനും കഴിയും. ഇങ്ങനെ നമുക്ക് ലഭിക്കുന്ന സന്തോഷമുണ്ടല്ലോ, അതിലൂടെ വെളിപ്പെടുന്ന ദൈവശക്തി തന്നെയുമല്ല ദൈവത്തിന്റെ സാന്നിധ്യവും അതിൻ്റെ കൂടെയുണ്ട്. ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ചേർത്ത് വെച്ച് ദൈവത്തെ ആരാധിക്കാൻ കഴിയുന്ന 3-4 പേർ ഉണ്ടെങ്കിൽ അവിടെ വെളിപ്പെടുന്ന സന്തോഷം എത്ര വലുതായിരിക്കുമെന്നറിയാമോ? വാസ്തവത്തിൽ നമ്മുടെ കൂടിവരവുകളൊക്കെ പരിചയത്തിന്റെ അടിസ്ഥാനത്തിൽ എന്തൊക്കെയോ ചെയ്തു പോകുന്നു എന്നല്ലേ? അതിന് ഒരു മാറ്റം ഉണ്ടാകണമെങ്കിൽ നമ്മുടെയൊക്കെ വ്യക്തിപരമായ എന്തെങ്കിലും പ്രതിസന്ധികൾ ഉണ്ടെങ്കിൽ അതൊക്കെ മറന്നിട്ട് ദൈവത്തിന്റെ വചനത്തെ ആഴമായി സ്നേഹിക്കുവാനും ദൈവത്തിന്റെ വചനം ആഴമായി ധ്യാനിക്കുവാനും നമുക്ക് കഴിയണം. അത് എന്നും എപ്പോഴും അനുഗ്രഹമായിരിക്കും. സ്വർഗീയ പിതാവേ, എല്ലാ പ്രിയമക്കൾക്കാട്ടും സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൽ അധികം അങ്ങയെ സ്നേഹിപ്പാനും ദൈവത്തിന്റെ വചനത്തിൽ ആശ്രയിക്കുവാനും വചനത്തെ തന്നെ ഞങ്ങളുടെ വഴികാട്ടിയും ആശ്രയവും ആക്കി തീർക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. യേശുക്രിസ്തുവിന്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ.